ടോബി, ഇന്ന് കോട്ടയത്തെ സ്ഥിതി എന്താണ്? കോട്ടയത്ത് നല്ല മഴയുണ്ടായിരുന്നോ? അപകടകരമായ നിലയിൽ എന്തെങ്കിലും സ്ഥിതിഗതികൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഏത് പ്രദേശത്തുള്ളവരാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്? കാരണം ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയത്തും. ജില്ലാ ഭരണകൂടം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? ഗോപി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴ കോട്ടയം ജില്ലയിൽ പെയ്യുന്നുണ്ട്. നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ അതിശക്തമായിട്ടുള്ള കാറ്റാണ്. അത് ജില്ലയുടെ വിവിധ മേഖലകളിൽ വീശിയടിക്കുകയും വലിയ തോതിൽ മരങ്ങൾ വീണ് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനെക്കാട്ടിയും ആശങ്കപ്പെടുത്തുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ നിർത്താതെ പെയ്യുന്ന ഈ മഴ തന്നെയാണ്. ഇന്ന് ഉച്ചവരെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 5 മണി വരെ അതിശക്തമായിട്ടുള്ള മഴ പല ഭാഗങ്ങളിലും പെയ്തിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് മലയോര മേഖലകളിലാണ്. മലയോര മേഖലകളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും തീക്കോയി, തലനാട്, അതുപോലെ തന്നെ മുണ്ടക്കയം പോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്തിരുന്നു. ഇന്ന് വൈകുന്നേരവും സമാനമായ രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള മഴ പല പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. ഇത് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയിലുള്ള ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ താഴെത്തട്ടിൽ, അതായത് വില്ലേജ് പഞ്ചായത്തുകളിലൊക്കെ ഈ നിർദ്ദേശങ്ങൾ ചെന്ന് കൃത്യമായി സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിലുള്ള ആളുകൾ അവിടെ നിന്ന് മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശമടക്കം പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ മഴ ഇങ്ങനെ തുടരുന്നത്, ദിവസങ്ങളോളം മഴ തുടരുന്നത് ഒരു ആശങ്കയാണ്. കാരണം ഈ ഉരുൾപൊട്ടാനുള്ള സാധ്യതകളൊക്കെ കൂടുതലുള്ള മേഖലകളാണ് കോട്ടയം ജില്ലയുടെ ഈ കിഴക്കൻ മേഖലയെന്ന് പറയുന്നത്. നമ്മൾ മുൻപ് കണ്ടതാണ്, കൂട്ടിക്കൽ പോലെയുള്ള പ്രദേശത്ത് ഉരുൾപൊട്ടി വലിയ നാശനഷ്ടങ്ങളും ദുരന്തവുമായി മാറുന്ന 20ഓളം പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ടെറൈനുള്ള പ്രദേശങ്ങളാണ് ഈ കിഴക്കൻ മേഖലയൊക്കെ. അതുകൊണ്ട് തന്നെ അവിടെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ നോക്കുകയാണെങ്കിൽ അത് അതിശക്തമായിട്ടുള്ള കാറ്റ്, മുൻപുണ്ടായിട്ടുള്ള തരത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ അതിശക്തമായിട്ടുള്ള കാറ്റ് വീശി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. മുൻ വർഷങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള കാറ്റ് കോട്ടയം ജില്ലയിൽ വീശി കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ കൂടുതൽ കാറ്റ് വീശി നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഈ തീരപ്രദേശ നദീകരയിൽ കഴിയുന്നവരൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് കോട്ടയത്തെ സംബന്ധിച്ച്.